അപ്പൊ നമ്മൾ അവിടെ എത്തി മുടിക്കൊന്ന് വെട്ടാൻ പോവാണ് കേട്ടാ. അപ്പൊ ഞാൻ വന്നിട്ടേ ഒരു മാസമായാലും മുടി വെട്ടിട്ട് അപ്പൊ മുടി ഒന്ന് വെട്ടി സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പയ്യയുടെ കടയിൽ വന്നേക്കാട്ടാ. ഹായ് പയ്യ, നാം ഷേഖ് മുബാറക്. അപ്പൊ പയ്യയുടെ കട വന്നിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കാണ്. അപ്പൊ മുടി വെട്ടിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ മുടിയില്ല. അപ്പൊ നമ്മൾ പൂനെയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ചെയ്ത പരിപാടി മുടിക്കും വെട്ടി പയ്യ അടിപൊളിയിട്ട് 5 മിനിറ്റ് കൊണ്ട് മുടിക്കും വെട്ടി സെറ്റാക്കി താടിക്കൊന്ന് സെറ്റാക്കി. ഇപ്പത്തെ സൗന്ദര്യം വെച്ചില്ലേ കറുത്ത് പോയെങ്കിലും ഒന്നും സാറായില്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് യാത്ര പോകാം. ഇനി ഇവിടെ ഒരു 20 കിലോമീറ്റർ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് സ്ഥലത്തേക്ക് പോകണം. എന്ത് വിശേഷങ്ങളെങ്കിലും വഴി അറിയിക്കുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ബൈ ബയ്യ ബൈ. നല്ല ഉറക്കത്തിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചട്ടാ. 120 രൂപ. ഏത് മുട്ടച്ചോറിന് എഗ് റൈസ്, താലി, വൈറ്റ് റൈസും മുട്ടക്കറിയും അടികളാണ്. അപ്പോൾ നമ്മൾ പൂനെയിൽ എവിടെ നിൽക്കണ വിടുന്നില്ല. മുടിക്ക് വെട്ടിയിട്ട് പോകുന്നു. അങ്ങനെ സെറ്റായില്ല. ഇപ്പോൾ കറുത്തെങ്കിലും ഇത്തിരി മനോജു. ഇനിയിപ്പോൾ പോണ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ലൊക്കേഷൻ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി 7 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവിടെ ഇത്തിരി ബാക്കി ആളിലേക്ക് പറയട്ടെ സംഭവം എന്നുള്ളത്. ഓക്കെ ലഡു, പപ്പടം, ചോറ്, കറി, കടലക്കറി, പൂരി. ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ കടികൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോക്കൊക്കെ ശരിക്കും മുടി വെട്ടിയപ്പോൾ ഇത്തിരി വൃത്തി വന്നെങ്കിലും കറുത്തിട്ട് മാറ്റം വന്നിട്ടില്ല അല്ലേ. ഇന്നലെ സത്യം പറഞ്ഞ് കുറേ വീഡിയോസ് 2 ദിവസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പൂനെയിലാണുള്ളത്. സത്യത്തിൽ പൂനെന്ന് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വഴിക്ക് വരുന്ന വഴിക്ക് ഒരു അങ്കിൾ വിളിച്ചു. ഒരു സാധാ ഡ്രസ്സൊക്കെ വന്നൊരു അങ്കിൾ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന വണ്ടികൾ ഉൾപ്പെടെ ഈ കാണുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ഒക്കെ അങ്കിളിനാണ് ഗംഭീര സെറ്റപ്പ് പറഞ്ഞു. അപ്പോൾ കിടക്കാൻ സ്ഥലം തന്നു, കുളിക്കാൻ സ്ഥലം തന്നു, ബാത്റൂം സ്ഥലം തന്നു, ഭക്ഷണം തന്നു. അങ്ങനെ ഗംഭീര സെറ്റപ്പ് പറഞ്ഞു. നമുക്ക് പോകുമ്പോൾ ആളൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് പോകാം. എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നമുക്ക് സ്ഥലം കാണിച്ചു തരാം. അങ്ങോട്ട് പോണ സമയത്താണ് എന്നെ വിളിച്ച് വരുത്തിയത്. അപ്പോൾ അവിടെ വന്നു നോക്കുമ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ ഈ കണ്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ അവിടെ സെറ്റാണ് കേട്ടോ. ഇവിടെയാണ് കിടന്നേട്ടാ. അവിടെയാണ് ടെൻ്റ് അടിച്ച് കിടന്നത്. അങ്കിളിൻ്റെ വീടിൻ്റെ ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തേട്ടാ. അതെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വെളിച്ചം വന്നപ്പോൾ കുറച്ച് നിറയ്ക്കും വന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ കിടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. ഇപ്പോൾ നല്ലത് ചപ്പാത്തിയും കിഴങ്ങാറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇനി യാത്ര 1.5 മണിക്കൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്കിത് അങ്കിളാണ് നമുക്കിവിടെ സ്റ്റേയും കാര്യങ്ങളും. അങ്കിൾ നാം ഗണേഷ്. അപ്പോൾ ഇന്ന പ്ലേസ് നെയിം വല്ലേക്കർവാടി ചിഞ്ചുക്കൽ ആ സ്ഥലമാണ്. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്കിൾ തന്നെ പറഞ്ഞു. അപ്പം എന്തെങ്കിലും അങ്കിൾ താങ്ക്സ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങാണ്. അപ്പോൾ നമുക്ക് ഇനി പോകണ വഴിക്ക് ബാക്കി കാര്യങ്ങൾ കാണാം.